ഫ്രണ്ട്സ്, മിക്കുറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പൂന്തറ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു പിക്കപ്പ് വണ്ടിയിലാണെങ്കിൽ ഇഷ്ടംപോലെ ചക്കകൾ, വരിക്ക ചക്കകളാണെങ്കിൽ കൊണ്ട് കുറേ അണ്ണന്മാർ വരാറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും വരാറുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. നമ്മൾ വരിക്ക ചക്കയാണെങ്കിൽ നമ്മുടെ പൂന്തറ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു വലിയൊരു പിക്കപ്പ് നിറച്ചും കൊണ്ടുവന്നിട്ടുണ്ട്. വരിക്ക ചക്ക വരിക്കയാണല്ലോ അല്ലേ ഇത്? ഇത് എവിടത്തെയാണ് ചക്ക? കൊല്ലത്തു നിന്നുള്ള ചക്കയാണ്. വരിക്ക മാത്രമേ ഉള്ള കൂഴ ഉണ്ടോ? കൂഴയില്ല. അപ്പം നമ്മളാണെങ്കിൽ ഒരു ചക്ക സംഭവം ചോദിച്ചിട്ടുണ്ട്. ഒരു ടേസ്റ്റിങ്ങിന് വേണ്ടി ചെറിയൊരു പീസ് എടുക്കട്ടാ. ഇതാ ടേസ്റ്റിങ്ങിന് വേണ്ടി അണഞ്ചയിൽ ഒരു ചെറിയൊരു പീസ് ചോദിച്ചിട്ടുണ്ട്. അതൊരു ടേസ്റ്റിങ്ങിന് വേണ്ടി നമുക്കൊരു പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റിങ്ങിന് വേണ്ടി ഒരു വരിക്ക ചക്കയുടെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂന്തറ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലാണ്. പൂന്തറ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിൽ ഇതാ ഈ ഒരു വണ്ടിയിൽ നിറച്ചും ചക്ക, ഇഷ്ടംപോലെ ചക്കകളുണ്ട്. അണ്ണാ എത്രയാണ് കിലോ? എത്രയാണ് കിലോ? 25 രൂപയ്ക്കാണ്. എല്ലാ ദിവസവും കാണോ? എങ്ങനെയാണ്? ആഴ്ചയിൽ ഏത് ദിവസമാണ്? ആഴ്ചയിൽ എന്തായാലും വന്നതിന് ഇവിടെ തന്നെ വരുള്ളൂ. കിലോ ആണെങ്കിൽ 25 രൂപയ്ക്ക് ഇതാ വരിക്ക ചക്ക. നമ്മൾ ഈ ഒരു സംഭവമാണ് മേടിച്ചത്. ഇത് എത്ര കിലോ ഉണ്ട് നമുക്ക്? 6.5 നമ്മൾ ഒരു ചക്ക സംഭവം പറഞ്ഞിട്ടുണ്ട്. അണ്ണാ അതിന് എത്ര ചക്കയും കൂടെ കാണും? ഇത്രേ ഉള്ളൂ. എത്ര ചക്ക കൊണ്ടുവന്നു നിങ്ങൾ ഇന്ന് ടോട്ടലായിട്ട്? 150 ചക്ക. ഈ വണ്ടി നിറച്ച് സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ചക്കകൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് വന്ന സമയത്ത് വന്നതായിരുന്നു. പക്ഷേ ഈ വണ്ടിയിലുള്ള ചക്ക ഫുള്ളും തീർന്നിട്ടുണ്ട്. വരിക്ക ചക്ക മാത്രമേ ഉള്ളൂ. കൂഴയെല്ലാം ഉണ്ടോ? കൂഴയില്ല. ഇത് ആക്ച്വലി കൊല്ലത്തുനിന്ന് എവിടെന്നാ? മടത്തറയെന്നാണ് സംഭവം. വരിക്കച്ചക്കാണ്. വരിക്കച്ചക്ക കിലോ 25 രൂപ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ചക്കയും കൂടെ ഒന്ന് മേടിക്കാം. ചെറിയൊരു ചക്കയാണെങ്കിൽ ഇതാ കൊച്ചാപ്പ് ഇതാ ഇവിടെ വന്നിട്ട് സംഭവം മേടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ചക്കയും കൂടെ. ആണോ എനിക്കും കൂടെ ഒരു ചക്കയാണ്. ഓക്കെ, ഇതാ 9 കിലോ ചക്കയാണെങ്കിൽ ഇതാ കൊച്ചാപ്പ മേടിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പേര് നിൽക്കുന്നുണ്ട്. ബ്രോ എനിക്കും കൂടെ ഇതാ ഈ ഒരു പരുവത്തിനുള്ള ഒരു ചക്ക എടുത്തോ. നോക്ക്, ചക്ക സംഭവം മേടിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പേര് വന്ന് നിൽപ്പുണ്ട്. ഈ ഒരു സൈഡിലാണെങ്കിൽ കുറച്ച് ചക്കകളൊക്കെ ആണെങ്കിൽ കുറച്ച് ചെറിയ ഒരു ഇതായിട്ടൊക്കെ നിൽപ്പുണ്ട്. നമുക്കൊരു സൈസ് ഒരു ചക്ക ഇതെങ്ങനെ ഇന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? ഇന്ന് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെറിയൊരു ഡാമേജ് ഉള്ളതാ ഈ സൈഡിൽ ഇരിക്കണ ആണോ? ഇത് ചെറിയൊരു ഡാമേജ് ഒക്കെ ഉള്ള ചക്കയാണ്. അതുകൊണ്ടത് കട്ട് ചെയ്ത് ആ ഭാഗം കളഞ്ഞതിന് ശേഷം വെയിറ്റ് തൂക്കും അല്ലേ? അതായത് ചക്ക ഇടിച്ച് വീണുകൊണ്ട് ആ ഒരു ഭാഗം ഡാമേജ് ആയിട്ടുണ്ട് അല്ലേ? ചക്ക അതാ നമുക്കിതാ ടേസ്റ്റിങ്ങിന് അണ്ണൻ തന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതാ കണ്ട ഈ ഒരു സംഭവം. ഈ സൈഡിലേക്കാണ് ഇഷ്ടംപോലെ പേരാണെങ്കിൽ ചക്ക മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വരുന്നില്ല കേസ്, അടിപൊളി. ഇപ്പൊ ഇതൊന്ന് തൂക്കിയോ? ഒരു പീസ് ടേസ്റ്റിങ്ങിന് വേണ്ടി തരുന്നുണ്ട്. അയ്യോ, ഒരു പീസ് നമ്മൾ രണ്ടാമത് വീണ്ടും ഒരു പീസ് ടേസ്റ്റിങ്ങിന് വേണ്ടി. കൊള്ളാം, അടിപൊളി. നല്ല മധുരമുണ്ട്. ഇതങ്ങനെ ഓവറായിട്ട് മധുരമില്ല, എന്നാലും ഓക്കെയാണ്. മഴ സംഭവം സ്റ്റാർട്ടിങ് ആയതുള്ളൂ, എന്നാലും സംഭവം കുഴപ്പമില്ല. എത്ര കിലോ വരുന്നുണ്ട്? 10 കിലോ വരുന്നുണ്ട്. 10 കിലോ 10,600. ചക്ക മേടിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പേരാണ് ഇവിടെ നിൽപ്പുണ്ട്. കണ്ടോ, ചക്ക മേടിക്കാൻ വേണ്ടി എല്ലാം ഇഷ്ടംപോലെ പേര് നിൽപ്പുണ്ട്. ചക്കയൊക്കെയാണ് ഇത് സംഭവം ടേസ്റ്റ് ചെയ്ത് സംഭവം തരുന്നുണ്ട്. അപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ചെറിയ രീതിയിലാണെങ്കിൽ ഇടിച്ചതിൻ്റെ പേരിൽ ആ ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷമാണ് സംഭവം തന്നത്. സംഭവം ബാക്കി ചക്ക സൈഡൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഒരു കുഴപ്പവും വരില്ല. എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ തിരിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ കുത്തി നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ സംഭവം തരുന്നുള്ളൂ. നമ്മൾ നല്ല ചക്ക നമുക്ക് നോക്കി മേടിക്കാനുള്ള അവസരമുണ്ട്. കയറുന്നില്ല, അത്രയും വരും. കവർ കുറച്ചും കൂടെ വലിയ കവർ വാങ്ങിച്ച് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ചക്ക എങ്ങനെയുണ്ട്? നമുക്ക് കൊള്ളാമോ? അടിപൊളി.
എങ്ങനെ വിലയ്ക്ക് മുതലാവുന്നുണ്ടോ? വിലയ്ക്ക് മുതലാവുന്നുണ്ട്. വിലയ്ക്ക് മുതലാവുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തോടെ വലുതായിട്ട് ചക്ക ഒന്നും കിട്ടൂലല്ലോ. ഇവിടെ ചക്ക അങ്ങോട്ടേ പോകാവൂ. അങ്ങോട്ടേ ഉള്ളു. അതുകൊണ്ട് എന്തായാലും ഉള്ളത് മേടിക്കേണ്ട തന്നെ. കിട്ടിയ ഏതാ നോക്കണം? എത്ര കിലോയാണ് നോക്കണം? 10 കിലത്തിന് നോക്കാം. 10 കിലോ ആ ഒരു സൈസിനനുസരിച്ചിട്ടുള്ളതാണ് നോക്കുന്നത്. ഏകദേശം എല്ലാ ചക്കയും ഒരു 8-9 കിലോ ആ ഒരു റേറ്റ് അനുസരിച്ചിട്ട് വരും. ആ ഒരു റേഞ്ച് അനുസരിച്ചിട്ട് വരും. ചക്ക മേടിക്കാനാടാ വന്നത് അല്ലേ? നീയും ചക്ക മേടിക്കാനാ വന്നാ? ഇത് അവിടെ ഒരു നമ്മുടെ അവസ്ഥ ഇപ്പോൾ ഉണ്ട്. ചക്ക മേടിക്കാനാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു.